എവ്രിവൺ, വെൽക്കം ടു മഹിമാസ് വേൾഡ്. സോ ഇന്ന് നമ്മൾ നല്ല അടിപൊളി മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങായും നമ്മുടെ പുളിയുള്ള പച്ച മാങ്ങയിട്ട് അരച്ച നല്ല ചമ്മന്തി. അപ്പൊ നമുക്കത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ്. അത് ഞാൻ ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് അരയാനുള്ള എളുപ്പത്തിനാണ്. ഇനി അതിന്റെ കൂടെ ഞാൻ കുറച്ച് ചുവന്നുള്ളി, ആ ഒരു മാങ്ങ ഫുള്ളായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് എരിവിന് വേണ്ടി ഒന്നുകൂടി ചേർക്കാം, ഒരു ഫുൾ തേങ്ങ ചിരണ്ടിയത്, കരിവേപ്പില, പിന്നെ ദാ ഈ ഒരു സൈസിൽ ഒരു ഇഞ്ചി കഷ്ണവും. ഇനി ദാ നമ്മുടെ മിക്സിയിലേക്ക് നമ്മുടെ തേങ്ങ ചിരണ്ടിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുക. ഒരു 10 ചുവന്നുള്ളി, പച്ചമുളക് നിങ്ങളുടെ എരിവിന് വേണമെങ്കിൽ 2 or 3 ചേർക്കാവുന്നതാണ്. പിന്നെ ദാ അരിഞ്ഞു വെച്ച മാങ്ങ മുഴുവനും, പിന്നെ അതിലേക്ക് കരിവേപ്പിലയും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ഇതിന് നല്ല മിക്സ് ചെയ്ത് അരച്ചങ്ങോട്ട് എടുക്കാൻ പോവാം. കാൽ ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചാൽ മതിയാകും, പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. അപ്പൊ നമുക്കിത് അരച്ചങ്ങോട്ട് എടുക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കുക, പാകത്തിനല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് കുറച്ചുകൂടി ഒന്ന് അരയാനുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. നമുക്കിനി വെള്ളം ഒട്ടും ചേർക്കണ്ട. അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ നമ്മുടെ ചമ്മന്തിയുടെ പരുവത്തിന് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഉപ്പും പുളിയൊക്കെ ഇപ്പൊ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത്. നമുക്ക് ചോറിന്റെ ഒക്കെ കൂടെ തൈര്, പച്ചമോരൊക്കെ കൂട്ടി ഈ ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിച്ച വളരെ ടേസ്റ്റിയാണ്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.